അപ്പോൾ നമ്മൾ കാർത്തികയ്ക്ക് 2-3 ദിവസം മുമ്പ് തന്നെ ഈ ചിരാതുകൾ, ഈ ഇടിഞ്ഞിലെന്ന് പറയും, ഇതെടുത്ത് നമുക്ക് നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ വയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുകി എടുക്കുന്നതിന് മുമ്പ് ഈ സിങ്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കണം. നല്ലൊരു പാത്രത്തിൽ ഇതുപോലെ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഇട്ടിരുന്നു. അപ്പോൾ ചൂടുവെള്ളമാകുമ്പോൾ ആ എണ്ണ വെളിച്ചൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ നട ഉണ്ടാക്കുന്നത് കുരുവി സ്പൈസിൻ്റെ പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് പതിവായി വാങ്ങിക്കുന്ന പൊടിയാണ്. ഇത് നമുക്ക് വറുത്ത പൊടിയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള അട ഉണ്ടാക്കാം. കുറച്ചൊരു 2 നുള്ളു ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇല നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചു. എന്നിട്ട് മാവിൽ അല്പം 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് പരത്താം. മാക്സിമം നൈസായിട്ട് പരത്തണം. കയ്യിൽ ഇതുപോലെ വെള്ളം കുറച്ച് തൊട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. പഴം വെച്ച് കൊടുക്കണം. അതിന് മടക്കണം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഈ ഫില്ലിങ് വയ്ക്കാം. ചിലരൊക്കെ പയറ് വേവിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് അത് വയ്ക്കും. നമുക്കിഷ്ടമുള്ള ഫില്ലിങ് ചെയ്യാം. ഇത് ഒരെണ്ണം മടക്കിയെടുത്തു. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി ഇനി ആവി കയറ്റുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടുക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റെങ്കിലും വേണം. ഒന്നെടുത്ത് നോക്കി വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇലയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും വേകുമ്പോൾ. അത് വെന്തോ നോക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മധുരം ഇല്ലാത്ത അട കൂടെ
കുറച്ച് ഉണ്ടാക്കി. ഇത് നമുക്ക് ഡിന്നറിന് വേണ്ടിയാണ്. ഇപ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് മഴ വന്നു. നനയാത്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റുകയുള്ളൂ. മഴയായതുകൊണ്ട് വിളക്കൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ വെച്ചു. വെളിയിൽ മഴ.